പിന്നെ ഇവർ പെണ്ണിനെ വിട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം നല്ലപോലെ നിന്ന് എൻ്റെ ഇനി ഞാൻ പോവുകയില്ല, എനിക്കറിയത്തില്ലായിരുന്നു ഇവൾ ഇങ്ങനത്തോളാ, എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കഴുത്തിലൊരു 5 പവൻ്റെ മാല, ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ മാല, എനിക്കാ തന്നതത്. ഈ പ്രശ്നം അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാ ചെന്നറിയാവോ, വീട്ടിലും ഒരു വണ്ടി എടുത്തിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഉമ്മ ഈ മാല ഉമ്മ വീട്ടിൽ കൊണ്ടുപോക്കോ, ഉമ്മ ഈ മച്ച ഇനി ഇതും എടുത്തോണ്ട് പോകും, എനിക്ക് തരികയില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. അവർ തന്നെ മേടിച്ചോണ്ട് പോയി. തന്നേരം ഇവിടെ ഇരിക്കട്ടെ, നിനക്ക് 2 പെൺപിള്ളേരല്ലേ, ഞാൻ അന്നേരം തരാം, ഇല്ലെങ്കിൽ നൗഷാദ് നല്ല രീതിക്ക് വരട്ടെ, അന്നേരം തരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അപ്പം നെടുങ്കണ്ടത്തിൽ എൻ്റെ ഉമ്മയും അപ്പേനെ കാണാൻ ഈ പ്രശ്നം അറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കൊടുത്തു വിട്ടിട്ട് 2-3 ദിവസം എന്നോട് നല്ലപോലെ ഇരുന്നിട്ട് രാത്രി എപ്പോഴും വഴക്കം എന്നോട്. നിന്നെ വേണ്ടടി പട്ടി, പോടി ഇറങ്ങി, തെറി പറിച്ച് എപ്പോഴും തെറിയാ. ചുമ്മാ ആഹാരം കഴിച്ചിട്ട് സ്നേഹമായിട്ടിരുന്നാലും എന്നെ ഇങ്ങനെ പൊടി പട്ടി നിന്നെ എനിക്ക് വേണ്ടടി പട്ടി. ആ ശരി വേണ്ടേ, നമുക്ക് രാവിലെ വർത്താനം പറയാൻ വെച്ചാൽ കിടക്ക്. ഞാൻ കുടിക്കും. ഈ പ്രശ്നം വന്നേ പിന്നെ കുടി, അതിനു മുമ്പ് കുടിയൊന്നും ഇല്ലായിരുന്നു. ഈ പ്രശ്നം വന്നേ പിന്നെ എപ്പോഴും കുടിച്ചിട്ട് നിന്നെ എനിക്ക് വേണ്ടടി പോടി. ഒരു മെൻ്റൽ രീതിയിലാണ് പുള്ളിക്ക്. സത്യം പറഞ്ഞാൽ മെൻ്റൽ എനിക്കല്ല, പക്ഷെ തല തിരിച്ച് എന്നെയാണ് മെൻ്റൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു മെൻ്റലായിട്ട് ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് ഈ പ്രശ്നം വന്നേ പിന്നെ പിള്ളേരെ കണ്ണിൽ കാണത്തില്ല. മൂത്ത കൊച്ചിനെയൊക്കെ ചുമ്മാ വള്ളുപട്ടി കണക്കെ നിൽക്കും. എന്നിട്ട് ഈ കൊച്ചു പറയുന്നത്, ഈ വാപ്പച്ചി ഇപ്പം ഞങ്ങളോട് സ്നേഹവേ ഇല്ലെന്ന് പറഞ്ഞ് പിള്ളേർ പറയും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി അത് കഴിഞ്ഞ് പറഞ്ഞി, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വന്നത് വെച്ചതെല്ലാം ഇതെല്ലാം 8 മാസം കൊണ്ട് നടക്കുന്ന 8 മാസത്തിലെ കൂടി പോയ 2 മാസം എൻ്റെ അടുത്ത് നിന്ന് കാണാം. അതിൻ്റെ ഓടിച്ചാടി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി എന്നെ ഒരുപാട് സംഭവങ്ങൾ ഉറക്കത്തില്ല. എന്നെ രാത്രി ഉറക്കത്തില്ല. എന്നെ എണീക്ക്, നീ കിടക്കണ്ട, നീ അങ്ങനെ സൂഹിക്കണ്ട, എണീക്കടി, നീ എന്നെ ചതിച്ചില്ലേ, ഞാൻ ചോദിച്ചു, ഞാൻ വല്ലവനെയും കൊണ്ടുവന്ന് ചതിച്ചോ നിങ്ങൾ എന്നെ എന്തിനാ ചതിച്ചെന്ന്, ഞാൻ അവളെയും കൂടെ ജീവിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ, നീ പറഞ്ഞ ആ ഭർത്താവൻ പറഞ്ഞു പോരുത് ഇവിടെ എന്ന് പറഞ്ഞു. എന്നാൽ നിന്നെ എനിക്ക് വേണ്ടടി. ചിലപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, സമാധാനമായിട്ട് കിടക്കുക, നീ വേണ്ടെങ്കിൽ ഇറങ്ങടി ഇവിടെ ഇരുന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങോട്ട് ഇറങ്ങണം, നിങ്ങൾ ഇറങ്ങുക, ഞാൻ എൻ്റെ മക്കളെ നോക്കി ഞാൻ ഇവിടെ കിടന്നു, നീ ഇറങ്ങടി, എൻ്റെ വീടാടി, ഇറങ്ങടി എന്ന് പറഞ്ഞ് രാത്രിയൊക്കെ പിടിച്ച് കഥ തുറന്ന് തള്ളി വെളിയിൽ വിടും. ഞാൻ കരഞ്ഞ് മഴയും പെയ്യുക, അവിടെ എപ്പോഴും മഴയാണ്. മഴയത്ത് നനഞ്ഞ് നിന്നിട്ടും പിന്നും കയറി വന്ന് പിന്നും സ്നേഹത്തോടെ തന്നെ പെരുമാറും. എന്നാലും ഒരു മനസ്സാടിച്ചില്ല. കരഞ്ഞ് ഞാൻ മടുത്ത്. ഈ കരഞ്ഞുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് എന്നെ തലയിലിട്ട് കുറേ കരഞ്ഞ്. അപ്പം ആൾക്കാരും പറയുന്നത് എന്നാന്നറിയോ, ഇവക്ക് എന്നാ ഇത്രയും തെറ്റ് ചെയ്തിട്ട് ഇവന് എനിക്കറിയത്തില്ല, എനിക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പുള്ളി എന്നെ ചതിക്കുമായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഒരു വിധത്തിൽ എന്നെ കടത്തി ഉറക്കിയില്ല. നീ ആ മാല മേടിച്ചിട്ടു, അമ്മയുടെ അടുത്ത് പോയി മാല മേടിച്ചിട്ടു, എനിക്ക് വണ്ടി എടുക്കണം, നമ്മൾ എന്നതാ വെച്ച് ജീവിക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് പറയും, ഉമ്മ ഇതുപോലെ മച്ച എന്നെ രാത്രി ഉറക്കത്തൊന്നുമില്ല, അമ്മ എപ്പോഴും വഴക്കാം ഉമ്മ എന്ന് എൻ്റെ അമ്മയോട്. ഉമ്മ പറഞ്ഞ് തരികയില്ല, നിൻ്റെ മച്ച ഇച്ചിരി ഉടക്കട്ടെ, നിന്നെ നോക്കാൻ പറ്റത്തില്ല, നീ ഇവിടെ വന്ന് നിൽക്കുക, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഉമ്മയുടെ അടുത്ത് ഞാൻ വഴക്കുണ്ടാകും. ഉമ്മ എനിക്ക് തന്നിട്ട് എന്തിനാ തിരിച്ചു മേടിച്ചത്, ഇനി ആ മാലയുടെ പ്രശ്നം പറഞ്ഞ് ഇനി മച്ച പെണ്ണ ഇത് എത്രാമത്തെ പ്രാവശ്യമായി, ഇപ്പം മാല മേടിക്കുന്ന 5ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞ്, നീ എത്ര വന്നാലും നീ പഠിക്കത്തില്ലെന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നത്. ആ മാല തിരിച്ച് പിന്നെ 85,000 രൂപക്ക് വിറ്റ് തന്നു. 85,000 രൂപ വിട്ട് തന്നിട്ട് വണ്ടിക്കൂലിക്ക് 1000 രൂപ വേറെ തന്നു വിടുന്നു എനിക്ക്. എന്നിട്ടും ഈ വാപ്പ ഇങ്ങനെ പോയ പ്രശ്നം അച്ഛനോട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നു, നമ്മുടെ മകളെ കെട്ടിയതല്ലേ, ആണുങ്ങൾക്ക് തെറ്റ് എല്ലാ ആണുങ്ങൾക്കും പറ്റും, അതുപോലെ മരുമോന് എല്ലാവരും കാണാതെ പോവും, മരുമോൻ ഓപ്പണായിട്ട് പോയി, സാരമില്ല വിട്ടുകളാം, വണ്ടിയൊക്കെ എടുത്തിട്ട് ഓടിക്കൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എൻ്റെ വാപ്പ കൂടത്തിരുന്ന് ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ 3 പേര് ഇരുന്ന് തിന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, രാവിലെ പോകാൻ പറ്റും, ഇല്ല ഇന്ന് തന്നെ പോകണം, ഇന്ന് വൈകിട്ട് വണ്ടി കയറിയാൽ നാളെ രാവിലെ ഇവിടെ വന്ന് എത്തത്തുള്ളൂ. പറയും വണ്ടിയിലിരുന്ന് ക്ഷീണവും വെച്ചാൽ നാളെ ഇന്ന് തന്നെ പോകണം. ശരിയെന്ന് പറഞ്ഞ് ഞാനും പുള്ളിയുമായിട്ട് വൈകിട്ട് പോകുന്നു. ഈ പൈസ എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഈ പൈസയിലെ ഒരു 2000 രൂപ എടുത്ത് എന്നെ വണ്ടി നോക്കാൻ പോവാന്ന് പറഞ്ഞ് ആദ്യമേ തീർത്തു. എന്നിട്ട് ഈ 85 83 ഉണ്ടും ബാക്കി 83 ബാക്കി ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, അവിടെ വെച്ചിരിക്കുക അലമാരിക്കകത്ത് ഒരാഴ്ച ഇടും. ഞാൻ വണ്ടി എടുക്കുന്നില്ലേ മച്ചാ, എടുത്ത് ചാടിയൊന്നും എടുത്താൽ ശരിയാകത്തില്ല, നമുക്ക് നല്ലത് നോക്കി എടുക്കണം, CC ഇടണം. ഞാൻ വിശ്വസിക്കുന്നു, ശരിയാ എൻ്റെ മച്ചാൻ ഡീസൻ്റായി എന്നൊക്കെ ഞാൻ അങ്ങ് വീഴുക. പുള്ളിയുടെ പറച്ചിലും കേട്ട് ഞാനും വീഴുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒരു 8ാം പക്കം വണ്ടി ഓണർ വലിയ എണ്ണെന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടത്തിൽ കുറച്ച് കാശുള്ളവരാ. പുള്ളി വണ്ടി കച്ചവടമാണ്. ആ പുള്ളിയുടെ മരുമകളും മകനും ആ വണ്ടിയിലുണ്ട്. ആ വണ്ടിയിൽ കൊണ്ടുവന്ന് അവരെന്നെ കാണിക്കുന്നത്, മുന്താജ് ഞാൻ ഈ വണ്ടിയാണ് എടുക്കുന്നത്,
ഈ വണ്ടിയാണ് ഞാൻ എടുക്കുന്നത്, കൊള്ളാവോ നോക്കിക്കേ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആണോ അണ്ണ ഈ വണ്ടി, ആ വണ്ടിയിൽ വന്നിട്ട് വണ്ടി ഉടമസ്ഥൻ്റെ അടുത്ത് ചോദിച്ചു ആണോ അണ്ണ, ഇവനെ എന്നോട് പറഞ്ഞു ഈ വണ്ടി എടുക്കുവാന്ന്, അവരോട് പറഞ്ഞാൽ തന്നെ വണ്ടി എടുക്കുവാന്ന് അവരെ വിശ്വസിച്ച് കൊണ്ടുവന്നത്, അവർ വണ്ടി കച്ചവടക്കാരാണ്. അപ്പോൾ അക്കായും ഉണ്ട്, അണ്ണൻ്റെ പെണ്ണും പിള്ളയുണ്ട്. അപ്പോൾ എനിക്ക് ഇത് പൈസ എങ്ങനെയെങ്കിലും മേടിക്കണ്ടേ, അവരെ കൊണ്ടുവന്ന് കാണിക്കുക, അവർക്കും അറിയത്തില്ല, അവർക്കും കള്ളനാന്ന് അറിയത്തില്ല. പറയുന്നത് മുഴുവൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു. എന്നിട്ട് അയാളെ ഒരു ഭയങ്കരമായ ഒരു ഹീറോ ആയിട്ട് കണ്ട് പോലെ വിടലേ എന്ന് പറഞ്ഞ് ആരാധിച്ചു. അയാൾക്ക് തോന്നി കൊള്ളാം, ഇവളുടെ അടുത്ത് അടവൊക്കെ നല്ലോണം പാലിക്കും എന്ന് തോന്നി. വേറൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടുന്ന് നീ അവിടെ കൂടൊപ്പം ജീവിച്ചപ്പോൾ കുഴപ്പമില്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി നടന്നോളാന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ജീവിച്ചേനെ. 1-2 പറ്റൽ കഴിയുമ്പോൾ പിന്നെ അത് വിട്ടേനെ. ഇത് സ്നേഹത്തിലുപരി അന്ധമായ വിശ്വാസം. ഭർത്താവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെ വേണം ഉത്തമ സ്ത്രീ. പക്ഷെ ഇതെന്താ പറയുക, ആ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണോ എന്നുള്ള കാര്യമാണ്. സാർ ആ സ്വപ്ന ലൈനിലുണ്ട് കേട്ടോ, സാർ സംസാരിക്കും. ഹലോ, പിന്നെ സ്വപ്നയാണോ? സ്വപ്ന, ഇത് ഉർവശിയാണ്. ജീവിതം സാക്ഷി എന്നുള്ളൊരു പരിപാടി ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്, മനസ്സിലായോ? ഇവിടെ മുംതാസ് വന്നിരിപ്പുണ്ട്. അറിയാവോ മുംതാജിനെ? അറിയാം. മുംതാജിനേക്കാൾ മുംതാജിന്റെ ഭർത്താവ് നൗഷാദിനെ അറിയാമായിരിക്കും അല്ലേ? രണ്ടുപേരെ അറിയാം. എവിടാ സ്വപ്നയുടെ സ്വദേശം? ചങ്ങനാശ്ശേരിയില്. ചങ്ങനാശ്ശേരിയിൽ എവിടെയായിട്ടാ? ഫാത്തിമാപുരം. ശരി ശരി. ഇപ്പം ഇവരുടെ ഒരു ജീവിതത്തിലെ നൗഷാദുമായിട്ട് സ്വപ്നയ്ക്കുള്ള അടുപ്പവും കാര്യങ്ങളും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. എങ്ങനെയാണ് ഈ നൗഷാദിനെ പരിചയപ്പെട്ട സ്വപ്ന? ഫേസ്ബുക്കിലല്ലേ? അങ്ങനെ പരിചയപ്പെട്ടു, സംസാരിച്ചു. നിങ്ങൾ ഒരു ഹിന്ദു സ്ത്രീയാണെന്നും ഹിന്ദു സമുദായമാണെന്നും അദ്ദേഹം മുസ്ലിമാണെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചു. അദ്ദേഹം വിവാഹിതനാണെന്നും 2 കുട്ടികളുടെ അച്ഛനാണെന്നൊക്കെ അറിയായിരുന്നോ? അപ്പോഴേ അറിയായിരുന്നു. നിങ്ങള് വിവാഹിതയാണോ? ഡിവോഴ്സ് കഴിയുമ്പോ മോന് എത്രയായി? 5.5 വയസ്സായി. അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ചാണോ താമസം, അതോ ഒറ്റയ്ക്കാണോ? അച്ഛനും അമ്മയും ഉണ്ട് കൂടെ? നിങ്ങൾ താമസിക്കുന്ന ഒറ്റയ്ക്കാ അല്ലേ? എവിടാ അത്? ഏറ്റുമാനൂരാ വർക്ക് ചെയ്യുന്നത്. നിയമപരമായിട്ട് ഗിരീഷുമായിട്ടുള്ള ഡൈവോഴ്സ് നടന്നു കഴിഞ്ഞോ? ഡൈവോഴ്സ് ആയിട്ട് അതിനുശേഷമാണോ നിങ്ങൾ തമ്മിൽ നൗഷാദുമായിട്ടുള്ള ബന്ധം ഉണ്ടായത്? അപ്പൊ നൗഷാദുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ടോ സ്വപ്ന? അങ്ങനൊന്നുമില്ല, നേരത്തെ പോലെ അങ്ങനൊന്നുമില്ല. നേരത്തെ പോയിട്ടുണ്ട്, ഒരു തവണ അവിടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ്, ഏത് അർത്ഥത്തിലാണ്? ഒരു സുഹൃത്തെന്നുള്ള രീതിയിലാണോ എങ്ങനെയാണ്? കാരണം ഇവിടെ നമുക്ക് മുംതാസ് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ തമ്മിലുള്ള ബന്ധം വിടാൻ പറ്റാത്തതാണെന്നും നിങ്ങൾ ഗർഭിണിയാണെന്നും അതുകൊണ്ട് കൂടെ താമസിച്ചേ പറ്റൂ എന്നുള്ളതും പറഞ്ഞ് നിങ്ങൾ അവിടെ പോകുന്നു, നൗഷാദിന്റെ അമ്മയുടെ വീട്ടിൽ കയറി താമസിക്കുന്നു. പിന്നെ നിങ്ങളെ അതെ 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 മുംതാജിന്റെ വീട്ടിൽ പോയി മുംതാജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏതാണ്ട് അവിടെ ഉള്ളൊരു മറ്റൊരു സ്ഥലത്ത് ചുപ്പണ്ണംപാറയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ഒഴിവാക്കി നിങ്ങളെ വണ്ടി കയറ്റി വിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പോന്നായിരുന്നു. അത് കഴിഞ്ഞ് നൗഷാദുമായിട്ട് ബന്ധമൊന്നുമില്ല? തിരുപ്പൂരിൽ പോയി 1.5 മാസം. അത് കഴിഞ്ഞ് തിരുപ്പൂര് പോയി 1.5 മാസം താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്? ചുമ്മാതെ മേഡം 1.5 മാസം അവളുടെ കൂടത്തിൽ നിന്നിട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നൗഷാദ് വന്ന് താമസിക്കും? തിരുപ്പൂരിൽ അവള് ജോലിയേ ചെയ്തിട്ടില്ല, കൂടത്തിൽ 1.5 മാസം. നൗഷാദിന് പണിയൊന്നുമില്ല. മുംതാസിന് ചോദിക്കാനുള്ളത് ചോദിക്കൂ. സ്വപ്നെ, നീ നൗഷാദിന്റെ കൂടത്തിൽ പോയി 1.5 മാസം തിരുപ്പൂരിൽ പോയി നിന്നില്ലേ?
ഞാൻ ജോലിക്ക് പോയി വരുന്നു. കള്ളം പറയരുത്, പറ്റിക്കരുത്. നീ എന്നോട് പറഞ്ഞ നീ എന്നതാ പറഞ്ഞ, നീ എവിടെ പോയാലും ഞാൻ നിനക്ക് സത്യം പോലെ പറയുമെന്ന് പറഞ്ഞ് നൗഷാദിനെ വേണ്ടെന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് നീ അവന്റെ മുമ്പിൽ വെച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എല്ലാം എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ കൊടുക്കും. ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞോളൂ, എനിക്ക് വേണ്ട അവനെ. ഞാൻ നീ എന്നതാ പറഞ്ഞ തിരുപ്പൂരി കൊണ്ട് വെച്ചുകൊണ്ട് എന്നെ അവനെയും കൂടെ ഒന്നിച്ച് ജീവിപ്പിക്കില്ല, രണ്ടുപേരെയും കൊണ്ട് വട്ട് കളിപ്പിക്കും. അവനും ഇല്ലാതെ നടക്കണം, നീ ഇല്ലാതെ നടക്കും. നീ മച്ചാന്ന് വിളിച്ച് തെണ്ടടി എന്നൊക്കെ നീ പറഞ്ഞ് മെസ്സേജ് അയച്ചില്ല എന്നോട്. അതെന്റെ വീട്ടുകാരെ ശല്യപ്പെടുത്തിയതുകൊണ്ട് നീ എന്റെ കെട്ടിയനെ വിളിച്ച് എനിക്ക് എന്റെ കെട്ടിയനെ വീട്ടിൽ വിടാത്തോണ്ടല്ലേ ഞാൻ ശല്യപ്പെടുത്തിയത്. വേണ്ട, നീ ഇപ്പോഴല്ലേ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞ പിന്നെയില്ലേ നീ പറയുന്നത് വേണ്ടെന്ന്. ഇത് നേരത്തെ നീ പറയുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പിരിയുമായിരുന്നോ? നീ ഇപ്പം ഇങ്ങനെ പറയുന്നു. ഞാൻ നിന്റെ ഇതും വരെ പറഞ്ഞ് മനസ്സിലാക്കിയത് എനിക്ക് 2 കുഞ്ഞ്, നിന്റെ അത്ര ഇല്ല എൻ്റെ മോള്. ഞാൻ പറഞ്ഞാണോ നിന്റെ അടുത്ത്? നിന്റെ അമ്മയോടെല്ലാം ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് മേഡം ഇത് കൂടെ നിന്നിട്ട് ഇവളുടെ അമ്മയെ വിളിക്കുമ്പോൾ ഇവളുടെ അമ്മ പറയുന്നതാണ് എനിക്ക് നീ എത്ര നേരം വട്ട് കളിക്കുന്നത് എനിക്ക് കാണൂടി എന്ന് പറഞ്ഞ് ഇവളുടെ അമ്മ എന്നെ പറയുന്ന. അവൻ്റെ കൂടത്തെ അവൾ പണിക്ക് ഞാൻ വിട്ടിട്ടുണ്ട്, നീ എത്ര ദൂരം പോകുന്നതെന്ന് എനിക്കൊന്നും കാണുമെന്ന് പറഞ്ഞ് ഇവളുടെ അമ്മ എന്നെ പറ്റിക്കുന്ന ഇടയ്ക്ക്. പച്ച കള്ളിയാ മേഡം, സത്യം പച്ച കള്ളിയാ. എന്നിട്ട് ചക്കര കുട്ട ഉമ്മ എൻ്റെ മുമ്പിൽ വെച്ച് പച്ചയ്ക്ക് ഇവള് മെസ്സേജ് അയക്കുമായിരുന്നു. അവനെ മാത്രമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, അതാ അവന് ധൈര്യമായിട്ടിരുന്ന ഇവള് എന്നിട്ട് പറയുന്ന ഇക്കു അവള് വീട്ടിൽ വിളിച്ചാൽ പോകല്ലേ ഇക്കു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും ഇവള്. നീ അമ്മയുടെ വീട്ടിൽ തന്നെ ഞാൻ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ മുന്താജ് ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ എന്റെ മച്ചാൻ അടിവാരത്ത് പോയി എന്റെ പൊന്നു മേഡം പച്ച കള്ളവാ പറയുന്നത്. ആരെങ്കിലും പറയാം എന്റെ മച്ചൻ അടിവാരത്ത് ചാകാൻ പോകുന്നു നീ വന്ന് രക്ഷിക്കുന്നു, ഇവളെ ഞാൻ പറയണോ? പച്ച കള്ളവാ മേഡം പറയുന്നത്, പച്ച കള്ളവാ പറയുന്നത്. ഇവളെ എന്നോട് പറഞ്ഞത് എങ്ങനെയാ നിന്റെ കൂട്ടത്തിൽ ഞാൻ വീട്ടിൽ വരുന്നു ഇങ്ങനെയൊക്കെ. ഇനിയുള്ള സ്വപ്നയുടെ തീരുമാനം ഇപ്പൊ സ്വപ്ന എത്ര നാളായി നൗഷാദുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടിട്ട്? എന്നെ വിളിക്കുന്നില്ല. അത് കുഴപ്പമില്ല സ്വപ്നയുടെ വാക്കുകൾ ഇപ്പൊ നമ്മള് മുഖവിലേക്ക് എടുക്കുകയാണ്. സ്വപ്നയുടെ അച്ഛന്റെ പേര് മോഹൻ, അമ്മയുടെ പേര് ലത, ശരിയാണോ? ഓക്കെ. ഭർത്താവിന്റെ പേര് ഗിരീഷ്. ഇപ്പൊ നിങ്ങൾ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. അപ്പൊ നമ്മള് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കും. കാരണം നിങ്ങൾ പറയുന്നത് കോട്ടയത്ത് ഏറ്റുമാനൂർ നിങ്ങൾ ജോലി ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടുള്ള സ്വപ്നയുടെയും നൗഷാദിന്റെയും നീക്കങ്ങൾ പാനൽ ശ്രദ്ധിക്കും. കാരണം മുംതാജ് അവരുടെ മുമ്പിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. സ്വപ്നയുടെ ഈ വാക്കുകൾ നമുക്ക് ഏത് ഹോസ്പിറ്റലാ? ഫാരിത്താഫ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പ്രൊഫഷനെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ സ്വപ്നയ്ക്ക്? കേട്ടോ? അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞത് സത്യമാണ് എന്ന് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. കാരണം നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വന്നതിൽ കൂടെ എന്ത് നീതിയാണ് മുംതാസിന്? എനിക്ക് എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കൾക്ക് തിരിച്ചു കിട്ടി. എനിക്ക് ഭർത്താവും മക്കൾക്ക് തന്തയും വേണം തിരിച്ചു കിട്ടാൻ. ഭർത്താവിനെ തിരിച്ചു കിട്ടണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ അതിന് നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനൊക്കത്തില്ല. കാര്യം പക്ഷെ അത് വന്നായിരുന്നെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. ഇതിപ്പം പിന്നെ നെടുങ്കണ്ടത്താണെങ്കിൽ അവിടെ കുടുംബ കോടതിയുണ്ട്, അവിടെ സമീപിക്കുക. പിന്നെ നിങ്ങൾ തങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കാം. അയാളൂടെ വന്നായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാന്. കോടതിയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഹാരം കിട്ടും. ആദ്യത്തെ പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അയാളെ 2 വർഷം താമസിക്കാൻ കോടതി ദാമ്പത്യം ഒന്നും തുടരാനായിട്ട് നിങ്ങളോടൊപ്പം താമസിക്കാൻ പറഞ്ഞാലും അയാൾ ചെയ്യണമെന്നില്ല. ചെയ്തില്ലെങ്കിൽ പിന്നെ ശിക്ഷിക്കപ്പെടാം. അതാണ് ഒന്ന്. പിന്നെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലവിന് കിട്ടാനുള്ളതുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ചിലവിന് പെൺപിള്ളേരെ കൊണ്ട് അവളെ കെട്ടിച്ചയക്കാനുള്ള ഉത്തരവാദിത്തം ഒഴിക്കുകയും പിതാവിനാണ്. അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിനുള്ള മുഴുവൻ കാര്യങ്ങളും കോടതി നോക്കും. പിന്നെ കോടതിയിൽ പോയി കേസ് പറയാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ് താലൂക്കിലും ഉണ്ട്, ജില്ലയിലും ഉണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ ആവശ്യമായ ഹർജി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ നിയമസഹായം അവിടെ നിന്ന് വക്കീലിനെ ഏർപ്പെടുത്തി തരും. നിങ്ങൾക്ക് അങ്ങനെ കേസ് നടത്താം കുടുംബ കോടതിയിൽ. കുടുംബ കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ലൈനിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഹലോ ഹലോ, നൗഷാദാണോ? ആ നൗഷാദ്, കുറച്ച് ഉറക്കെ സംസാരിക്കുമോ?
ഒന്ന് റേഞ്ചുള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുമോ? ശരി. ചെയ്തു. അതാ ഏറ്റവും ബുദ്ധിമാന്റെ ലക്ഷണമാണെങ്കിൽ അല്ലേ? അതുവഴി പോകും. അല്ല നമുക്ക് കേൾക്കാറുണ്ടല്ലോ, വ്യക്തമായിട്ട് കേൾക്കാറുണ്ട്. കേൾക്കായിരുന്നു. ഇല്ല, അയാൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. മുംതാസ് ഇവിടെ പരാതിയുമായിട്ട് വന്നു. നിങ്ങളിത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. സാധാരണഗതിയിൽ പിണക്കവും പ്രശ്നങ്ങളും ഒക്കെ ആയി കഴിയുമ്പം ഉണ്ടാകുന്ന വാക്കുകളിലെ രൂക്ഷതയോ ഒരു ഭയങ്കര ഗൗരവമോ വിഷമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭർത്താവ് തന്നെ വഞ്ചിച്ചു. അതിനേക്കാളേറെ കുടുംബമുള്ളൊരു പുരുഷനെ വശത്താക്കിയ ഒരു സ്ത്രീ. ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴും മുംതാസ് ഏറ്റവും നല്ല ഭാഷയിലും അവരെ കുറ്റപ്പെടുത്താതെയൊക്കെയാണ് കഴിയുന്നതും സംസാരിക്കാൻ ശ്രമിച്ചത്. സ്വപ്ന, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ 2 മക്കളുള്ള ഒരു സ്ത്രീയുടെ വേദനയിൽ പല വാക്കുകളും പുറത്തു വരും, പല രീതിയിൽ സംസാരിക്കും. ഒരിക്കൽ പോലും അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താതെ എൻ്റെ വിധി, ഞാൻ അങ്ങേയറ്റം എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, എനിക്ക് വേണം അദ്ദേഹത്തെ എന്ന് മാത്രമാണ് മുംതാസിൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാഴ്ചയിൽ 2 പേരും കൊള്ളാവുന്നവർ. തീർച്ചയായിട്ടും അവരുടെ മക്കളും അതുപോലെ കൗതുകമുള്ള നല്ല കുട്ടികളായിരിക്കും. കുടുംബമായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെകുത്താനെ പോലെ ഒരു കഥാപാത്രം കടന്നു വരികയും ആ കുടുംബം ഇല്ലാതാവുകയും ചെയ്യുന്നത് ദുഃഖമുള്ള കാര്യമാണ്. തിരുത്താൻ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ ബന്ധുക്കളാണ്. നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ഒരേ ആൾക്കാരാണ്. പ്രായമുള്ള പലരും കാണിക്കുന്ന വിവരക്കേട് കാരണം ഇത് വഷളാവുക ചെയ്തത്. അതാര് തന്നെ ആയാലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോയി അതിന് സമയമെടുത്ത് വീണ്ടും മനസ്സിൽ ക്ഷാത്രവും വൈരാഗ്യവും ഒന്നും ഉണ്ടാക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ സമാധാനമായിട്ട്, ഇതുപോലെയുള്ള ഫ്രോഡ് ഏർപ്പാടൊന്നും അല്ല കേട്ടോ നൗഷാദെ, ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇടവരുത്തട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ 2 പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചു. 2 പ്രാവശ്യം വളരെ വിദഗ്ധമായിട്ട് നിങ്ങളത് കൈകാര്യം ചെയ്തു. ഇതുപോലെ തന്നെ ആയിരിക്കണം പാവപ്പെട്ട മുംതാസിനെ നിങ്ങൾ പറ്റിച്ചതുമൊക്കെ. അതുകൊണ്ട് അല്പസ്വല്പം നമുക്ക് വളരെ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കുമ്പോൾ ദൈവം ഒരിക്കൽ നല്ലൊരടി തന്നിരിക്കും നൗഷാദിന്. അതുണ്ടാകാതെ ഇരിക്കട്ടെ. നൗഷാദ് തീർച്ചയായിട്ടും മടങ്ങി വന്ന് ഈ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് താമസിക്കണം. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് വീണ്ടും നല്ല രീതിയിലൊരു വ്യവസ്ഥകളും ഒത്തുതീർപ്പും ഒക്കെ വെച്ച് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നൗഷാദ് ഇവിടെ വരൂ. ഞങ്ങളെപ്പോഴും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നൗഷാദും മുംതാസ് ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു അച്ഛനായിട്ട് മുംതാസിൻ്റെ കൂടെ ആ കുട്ടികളുടെ അച്ഛനായിട്ട് താമസിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജീവിതം സാക്ഷിയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.